ആ കുഞ്ഞിൻ്റെ വാരിയെല്ലുകൾ തെളിഞ്ഞാണെന്നുണ്ട. ഇവിടുന്ന് കൊടുക്കുമ്പം നല്ല ഉരുണ്ട് നല്ല വണ്ണം വെച്ചിരുന്നൊരു കുഞ്ഞ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാണ്. ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മളുടെ ജാക്കിയാണ്. ഞങ്ങൾ അഡോപ്ഷൻ കൊടുത്തിട്ട് തിരിച്ച് എടുത്തുകൊണ്ട് വന്ന ജാക്കി. ആ അഡോപ്റ്റർ നല്ലതുപോലെ നോക്കാത്തത് കൊണ്ട് അവൻ്റെ അന്ന് കൊണ്ടുവന്നപ്പോഴുള്ള വീഡിയോ ആണ് ഇത്. ഞങ്ങൾ ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് 2 മാസം മുമ്പ് ജാക്കിയെ പോയി തിരിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ അവൻ്റെ ശരീരത്തിലെ ഓരോ എല്ലുകളും എക്സ്റേയിലെ പോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു അവസ്ഥ അത്രയ്ക്ക് ആ ഡോക്ടർ ഈ കുഞ്ഞിനെ പട്ടിണി കിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 മാസത്തിന് ശേഷം ജാക്കി എങ്ങനെ ഇരിക്കുന്നത്, അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അത് നമുക്കൊന്ന് കണ്ടാലോ. ഈ യുവ കോമളൻ ഇതാണ് നമ്മുടെ ജാക്കി. അതിൻ്റെ ഭംഗിയുണ്ടായി. ഇപ്പോൾ അവ എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. അസ്ഥിക്കൂടമായിട്ടിരുന്ന കുഞ്ഞ് 2-3 മാസങ്ങൾക്കിപ്പുറം അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ട. ഫുഡ് കൊടുക്കേണ്ട രീതി കൊടുത്തപ്പോൾ അവൻ സുന്ദര കുട്ടവനായിട്ടിരിക്കുന്നത് കണ്ട. അവൻ്റെ നെഞ്ചുവിരിവ് തന്നെ കാണണം. ഒരു പ്രത്യേക ഭംഗിയാണ് അവന് നെഞ്ചുവിരിവും ബോഡി ഷേപ്പ്. വീഡിയോയിൽ ക്ലിയർ ആവത്തില്ലെങ്കിലും അവ കാണാൻ നല്ല ഭംഗിയാണ് അവന്. ഇവിടുത്തെ 4 കുട്ടിപ്പട്ടാളങ്ങളുടെ തലവൻ, സകലമാന വികൃതികളുടെയും തല തൊട്ടപ്പൻ, എല്ലാ കുരുത്തക്കേടിനും മുമ്പന്തിയിൽ നിൽക്കുന്നവൻ. ഇത്രയും നല്ല ഒരു കുഞ്ഞിനെ, ഇത്രയും സ്മാർട്ടായിട്ടുള്ള കുഞ്ഞിനെയാണ് അന്ന് അവർ ആ കോലമാക്കി മാറ്റിയത്. കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ് കേട്ടോ. അവൻ്റെ കയ്യിലില്ലാത്ത കുരുത്തക്കേടുകളെല്ലാം ചുരുക്കുക. പക്ഷേ ഇവന് ഇപ്പോൾ ഈ ഭംഗിയിൽ ഇത്ര നല്ലതായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കുണ്ടത്. പിന്നെ ജാക്കിയുടെ ഹോബീസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? മെയിനായിട്ട് കോഴിക്കുട്ടി കയറി മുട്ടയടിച്ച് മാറ്റുക, മതിലിൻ്റെ സൈഡിലെ മണ്ണ് മാന്തി വയ്ക്കുക, ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അടിച്ചുകൊണ്ട് പോവുക. പിന്നെ നമ്മൾ വഴക്ക് പറയാൻ പിടിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലെ അവൻ കാണത്തില്ല. അവൻ പോകുന്ന വഴിക്ക് പുല്ല് പോലും കുളിക്കത്തില്ല. അമ്മാതിരി ഓട്ടം ഓടിക്കണേ. നമുക്കൊക്കെ അടിക്കാനോ വഴക്ക് പറയാനോ അവന് കൈ കിട്ടത്തോലുമില്ല. നമ്മളെ ഈ അയ്യം മൊത്തം ഇട്ട് അവൻ വേണമെങ്കിൽ ഓടിക്കും. പിന്നെ നമ്മൾ തുറന്നു വിടാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഗേറ്റ് അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും അവൻ ആ സൈഡിൽ കൂടെ ഊർന്ന് ഫ്രണ്ടിലേക്ക് മുറ്റത്തോട്ടൊരു ഓട്ടം ഉണ്ട്. ആ ഓട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഇപ്പം എന്താ രാവിലെ ഞാൻ ഷോപ്പിൽ പോകാൻ നേരത്തെ അവരെ കൂട്ടിലാക്കാൻ വേണ്ടി വന്നേ. അപ്പോഴും പെങ്ങളുമായിട്ട് കളിച്ച് ഇങ്ങനെ നിൽക്കുക കണ്ട കളിക്കുന്നത്. രണ്ടുപേരും കൂടെ ഇങ്ങനെ ജാനും അങ്ങ് കൂട്ടിലിരിക്കുകയാണ് കേട്ടോ. അവള് പിന്നെ ഉറങ്ങേണ്ട ടൈമായി അപ്പോഴേ കൂട്ടി കയറണം. പിന്നെ വെളിയിലൊന്നും ഇറങ്ങത്തില്ല. ഇവർ 3 പേരുമാണ് കുരുത്തക്കേട് മൊത്തം ഒപ്പിക്കുന്നത്. കള്ള ലക്ഷണം കണ്ട അവൻ്റെ മുഖത്ത്. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള ആ രീതിയുണ്ട്. അതാണ് ജാക്കി. ജാക്കി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് എന്തോ പറയാ കള്ളത്തരം. അതാണ് ജാക്കി. ജാക്കിക്ക് ഞങ്ങൾ കുറച്ച് ചെല്ലപ്പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്നേഹം കൂടുമ്പോഴൊക്കെ ജാക്കപ്പ, ടാക്കപ്പ എന്നൊക്കെ വിളിക്കും. ടാക്കപ്പ എന്ന് വിളിച്ചാൽ ഭയങ്കരമായിട്ട് അവൻ റെസ്പോണ്ട് ചെയ്യും. അണ്ണനാണെങ്കിൽ സ്നേഹം വരുമ്പോൾ ദാസപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കുറേ ക്യൂട്ട് നെയിംസ് നമ്മൾ ഇവൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടേ കൂട്ടി കയറാൻ പറയില്ല. അപ്പം ഞാൻ കയറി വരുന്ന കണ്ടപ്പോഴേ ജാനുവിന് മനസ്സിലായി കൂട്ടിൽ കയറ്റാനാണ്. അവൾ അപ്പോഴേ കയറി കിടന്ന് ഇപ്പം എന്താ ചക്കിയും പോയാൽ കൂട്ടി കയറി കിടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക. കാരണം ഇവരുടെ അടുത്ത് നിന്ന് പറയണം, കൂട്ടി കയറുന്നത് പറയണം, എങ്കിലും മാത്രമേ കയറത്തുള്ളൂ. ഉണ്ട് അതാ ഇപ്പം കാരണം തോനെ നേരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും ലേറ്റാവും. അങ്ങനെ കൂട്ടി കയറാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവനും വന്ന് കൂട്ടി കയറുന്നത്. 4 പേർക്ക് ബെഡൊക്കെ ഇട്ട് കൊടുത്ത് ചവിട്ടിക്ക് വരും. അകത്തോട്ട് ഇപ്പോൾ അഴുക്ക് ചവിട്ടി കയറ്റുന്ന പറഞ്ഞാൽ ഒരു ചാക്ക് ഇപ്പോൾ തറയിലിട്ടിട്ടുണ്ട്. അപ്പം ചെളിയെല്ലാം അതിനകത്ത് ചവിട്ടി കയറുമ്പോൾ അതിനകത്തായിക്കോളും. അങ്ങനെയൊക്കെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നോക്കിയാണ് തുമ്പിപ്പെണ്ണ് അവിടെ. ഇതെന്തോ ജാനു കിടക്കാൻ വേണ്ടിയിട്ട് വട്ടം കിറങ്ങുന്നുണ്ട്. തുമ്പി അവനെ അങ്ങ് സ്നേഹിച്ച് കൊല്ലയാണ്. ജാനും ചക്കയും എന്തോ അവിടെ പോയി കിടത്തേ. അവൻ ബെഡിൽ പോയാൽ കിടത്തേ. ഇവർക്ക് രണ്ടിനും ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ കുറേ നേരം നിൽക്കുക. കാരണം കുരുത്തക്കേടിൻ്റെ രാജാവും രാജ്ഞിയാണ് ഈ നിൽക്കുന്ന രണ്ടെണ്ണം, തുമ്പിയും ജാക്കിയും.